ചുരുക്കം ചില കുട്ടികൾക്ക് പനി വരുമ്പോൾ ഫിറ്റ്സ് വരാറുണ്ട്. സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ഫിറ്റ്സ് വരുന്നത്. ഫിറ്റ്സ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയെ പരന്ന ഒരു പ്രതലത്തിൽ ഇടതുവശം ചരിച്ചു കിടത്തണം. തലയണ വയ്ക്കരുത്. തല ഉയർന്നിരുന്നാൽ ഛർദ്ദിച്ചു വരുന്നത് തിരിച്ചിറങ്ങിപ്പോയാൽ ശ്വാസം മുട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ ചലനങ്ങൾ നിയന്ത്രിക്കരുത്. വായിൽ കൂടെ മരുന്നോ മറ്റൊന്നും കൊടുക്കരുത്. പനി അധികമാണെങ്കിൽ ഇളം ചൂടുവെള്ളം കൊണ്ടൊന്ന് തുടയ്ക്കാം. ഇനി ഇളം ചൂടുവെള്ളം അവൈലബിൾ അല്ലെങ്കിൽ തൽക്കാലം തണുപ്പ് അധികമില്ലാത്ത പച്ചവെള്ളം കൊണ്ട് തുടച്ചിട്ട് വേഗം തുണി മാറ്റുക. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. ചരിച്ചു കിടത്തി വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഹോസ്പിറ്റലിലെത്തി വേണ്ട ചികിത്സയ്ക്ക് ശേഷം പനിയും ഫിറ്റ്സും കൺട്രോൾഡായി കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നോർമലാകുന്നു. പനി മാറി ഫിറ്റ്സ് മാറിയാൽ കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് പനിയുടെ മരുന്നും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളികയുമായിട്ടാണ് ഡിസ്ചാർജ് ചെയ്യാറ്. പിന്നീട് എപ്പോഴെങ്കിലും കുട്ടിക്ക് പനി വന്നാൽ തുടക്കത്തിലെ തന്നെ പനിയുടെ മരുന്നും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളികയും കൊടുക്കണം. സാധാരണയായി ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക കൊടുക്കുന്നത് ആദ്യത്തെ 2 ദിവസമാണ്. ഡോക്ടർ പറഞ്ഞ ഡോസിൽ 12 മണിക്കൂർ ഇടവിട്ട് 2 ദിവസം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്.